ഈ ഡിസിഷൻ ട്രീസിൻ്റെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആയില്ല അന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ. ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. ഡിസിഷൻ ട്രീസ് അന്ന് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. ലാസ്റ്റ് ക്ലാസ്സിലല്ല, അതിൻ്റെ മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റൂട്ട് നോഡ് ഒരു വലിയ പ്രോബ്ലത്തിന് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫൈനലി ഒരു ഡിസിഷൻ മേക്കിംഗ് എത്തിക്കണമെന്ന്. സോ ഇതിൻ്റെ മെയിൻ പാർട്സ് വരുന്നത് ഒരു ഇൻറ്റേർണൽ നോഡ് ഉണ്ടാവും ആൻഡ് ബ്രാഞ്ചസ് ലീഫ് നോഡ്. ഒരു സ്ട്രക്ചർ വരുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ നോർമൽ ട്രീസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടം ടു ടോപ്പായിരിക്കും ഈ ഒരു സ്ട്രക്ചർ പോകുന്നത്. പക്ഷേ ഇതിൽ ഈ ഒരു സ്ട്രക്ചർ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് ടു ബോട്ടം സ്ട്രക്ചറാണ് വരുന്നത്. ഇപ്പോൾ ട്രങ്ക് എന്നുള്ളതിന് പകരം അവിടെ റൂട്ട് നോഡ് ഏറ്റവും ടോപ്പിലാണ് വരിക. ഓക്കെ, എന്താണ് ഒരു പ്രോബ്ലം വരുന്നത്, ആ ഒരു പ്രോബ്ലം മെയിനായിട്ടുള്ള പ്രോബ്ലം റൂട്ട് നോഡിലാണ് ഉണ്ടാവുക. ആൻഡ് അവിടെ നിന്ന് ഡിസിഷൻ നോട്ട്സ് ഉണ്ടാവും. ഈ ഡിസിഷൻ നോട്ട്സിലാണ് ആക്ച്വലി ആ ഒരു പ്രോബ്ലത്തിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താണോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ആ ഒരു പാർട്ട് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ ലീഫ് നോട്ട്സിലാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. പ്രോസസ്സിംഗ് മീൻസ് ഈ സബ് പ്രോബ്ലത്തിന് യെസ് ഓർ നോ ടൈപ്പിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസിഷൻസ് മേക്ക് ചെയ്യാനുണ്ടാവും. ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് ലീഫ് നോട്ട്സ് അല്ലെങ്കിൽ ചൈൽഡ് നോട്ട്സ് എന്നുള്ള സെക്ഷനിലാണ്. ഈ മൾട്ടിപ്പിൾ ഡിസിഷൻ നോട്ട്സ് അവിടെ ഉണ്ടാവും. ആ പ്രോബ്ലത്തിൻ്റെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസിഷൻ നോട്ട്സ് വരുന്നത്. ആൻഡ് ഈ ഡിസിഷൻ നോട്ട്സ് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഫൈനൽ ആൻസർ ഇവിടെ നിന്ന് ലീവ്സ് എന്ന് അത് എന്താണോ പ്രോബ്ലം എന്നുള്ളത് അത് ഹാൻഡിൽ ചെയ്തിട്ട് ഈ ലീഫ് നോട്ട്സിൻ്റെ എല്ലാം കൂടെ ഒരു അക്യുമുലേറ്റഡ് ആൻസറാണ് ഡിസിഷൻ നോട്ട്സിലേക്ക് പോവുക. ആൻഡ് ഡിസിഷൻ നോട്ട്സ് നിന്ന് ആണ് ഇതിൻ്റെ എന്താണോ ഔട്ട്കം കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ബേസിൽ റൂട്ട് നോഡിൽ ഡിസിഷൻ എടുക്കുക. ഓക്കെ, സോ ഒരു വലിയ പ്രോബ്ലം അതിന് സബ് പ്രോബ്ലംസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. അവിടെ നിന്ന് അതിൻ്റെ സബായിട്ട് പിന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മാക്സിമം ഒരു റേഞ്ചിലേക്ക് ആ ട്രീനെ ഗ്രോ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ആ ട്രീ ഗ്രോ ചെയ്തിട്ട് ഈ ലീഫ് നോട്ട്സിൽ വെച്ചിട്ടാണ് ഈ സ്പ്ലിറ്റ് ചെയ്ത പ്രോബ്ലംസിൻ്റെ ഒക്കെ ആൻസർ ഫൈൻഡ് ചെയ്യുന്നത്. പിന്നെ ഈ ആൻസേഴ്സ് എല്ലാം കൂടി അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നു. ഇതാണ് ഡിസിഷൻ ട്രീയുടെ സിമ്പിൾ പ്രോസസ്സ്. അതിൽ ഇൻറ്റേർണൽ നോഡ് അല്ലെങ്കിൽ റൂട്ട് നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് വൺ ഫീച്ചർ ആൻഡ് റൂട്ട്സ് ദ ഡാറ്റ ഡൗൺ എ ബ്രാഞ്ച്. ആ ഒരു ഏതെങ്കിലും ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഔട്ട്കമ്മിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റൂട്ട് നോഡ് ക്രിയേറ്റ് ചെയ്യുക. ഡയബറ്റീസ് ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഔട്ട്കം എന്ന് പറയുന്നത് ഡയബറ്റീസ് ഉണ്ടോ ഇല്ല എന്നുള്ളതായിരിക്കും. ആൻഡ് ബ്രാഞ്ച് എന്ന് പറയുന്നത് വൺ പോസിബിൾ ആൻസർ ടു ദാറ്റ് ടെസ്റ്റ്. ബ്രാഞ്ച് തന്നെയാണ് ഡിസിഷൻ നോഡും വരുന്നത്. ഡിസിഷൻ നോട്ട്സിലാണ് ഇപ്പോൾ ഡയബറ്റീസ് ആണ് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ്, ഗ്രൂപ്പ് ഓഫ് ഫീച്ചേഴ്സ് അവിടെയാണ് ഹാൻഡിൽ ചെയ്യുക. ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രൂപ്പ് ഓഫ് ഫീച്ചേഴ്സ് വരുന്നത് നമ്മളതിൽ ആ ഒരു ഡാറ്റ സെറ്റിലുണ്ടായിരുന്ന ആ ഒരു ബ്ലഡ് പ്രഷർ, സ്ലീപ്പ് റേറ്റോ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏജ് ഫാക്ടേഴ്സ് അങ്ങനത്തെ ഒക്കെ ആയിരിക്കും അതിൽ ഡിസിഷൻ നോട്ട്സിൽ വരുന്നത്. ഇപ്പോൾ ഏജ് ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിൽ ഇന്നൊരു ഡിസിഷൻ എടുക്കുക ലീഫ് നോട്ട്സിൽ. ഏജ് ലെസ് ദാൻ 50 ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വരാൻ ചാൻസ് ഇല്ല. മേ ബി ഏജ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എടുക്കുക. ആൻഡ് ബ്ലഡ് പ്രഷർ ഈ ഒരു ലെവൽ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഡയബറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നോ എന്നുള്ള കണ്ടീഷൻ. ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു മെയിൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരാളൊരു ജോബ് ഓഫർ ഡിക്ലൈൻ ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്ന് ചെക്ക് ചെയ്യാണ്. സോ അവിടുത്തെ മെയിനായിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് സാലറി അറ്റ്ലീസ്റ്റ് 50,000 ഉണ്ടോ എന്നാണ്, ഡോളേഴ്സ്. അപ്പോൾ യെസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വേറൊരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യാണ്, കമ്മ്യൂട്ട് മോർ ദാൻ 1 hour, അതാവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ യെസ് ആണെന്നുണ്ടെങ്കിൽ ഡിക്ലൈൻ ഓഫർ. ഇനി അല്ല ആ ഒരു കണ്ടീഷൻ നോ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീ കോഫി ഓഫർ ചെയ്യുന്നുണ്ടോ നോക്കും. അതൊന്ന് ഓഫർ ചെയ്യുന്നുണ്ട് യെസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിക്ലൈൻ ചെയ്യുക. ആൻഡ് ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി ഈ ഒരു
$50,000 സാലറി ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ആ ഒരു ഓഫർ ഡിക്ലൈൻ ചെയ്യാമെന്നുണ്ട്. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ ഡിസിഷൻ നോട്ട്സ് ഉണ്ടാവും ബ്രാഞ്ചസ് ആയിട്ട്. അവിടെ നിന്ന് ഈ ലീഫ് നോട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു അക്സെപ്റ്റ് ഓഫർ, ഡിക്ലൈൻ ഓഫർ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സും ഉണ്ടാവും. ആൻഡ് ഈ ലീഫ് നോട്ട്സിൻ്റെ ഒക്കെ ഒരു ഔട്ട്കം ആയിരിക്കും ടോട്ടലി അക്യുമുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. ആൾക്ക് ഓഫർ ആക്സെപ്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യേണ്ടേ എന്നുള്ളത്. ഇതൊരു റിയൽ വേൾഡ് എക്സാമ്പിളാണ് ഡിസിഷൻ ട്രീയുടെ. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായോ ഒരു സ്ട്രക്ചർ? ഒരു വലിയ പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലംസ് ആയിട്ട് എപ്പോഴും സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സ്പ്ലിറ്റ് ചെയ്തിട്ട് ആക്ച്വലി ആ ട്രീ ഗ്രോ ചെയ്യുക എന്നാണ് പറയുക, ഡിസിഷൻ ട്രീ. എന്നിട്ട് അതിൻ്റെ എല്ലാ റിസൾട്ടും ഈ ലീഫ് നോട്ട്സിൽ വെച്ചിട്ട് പല പല റിസൾട്ട് വരുമല്ലോ, അത് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ അവിടെ മേക്ക് ചെയ്യും. ക്ലിയർ ആണോ? അതാണ് ഡിസിഷൻ ട്രീയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഇതൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം റൂട്ട് നോഡിൽ എടുക്കുകയെന്ന് വയ്ക്കുക, ഷുഡ് ബി പ്ലേ ടെന്നീസ് എന്നുള്ളത്. സോ ഡിസിഷൻ നോട്ട്സ് ആയിട്ട് വരുന്നത് ഈ D1 to D8 എന്നുള്ള ഒരു സ്ട്രക്ചറായിരിക്കും. അപ്പോൾ ഇത് ഓരോ ദിവസത്തിൻ്റെ ഡാറ്റയാണ്. D1 to D8 എന്നുള്ള Day 1, Day 2, Day 3 അങ്ങനെ ഉള്ളത്. ആൻഡ് ഇതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ ഒരു കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വെതർ കണ്ടീഷൻസും ഇതൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. സണ്ണി ആണോ, റെയിനിങ് ആണോ, ഓവർകാസ്റ്റിംഗ് ആണോ, അതൊരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ. ദെൻ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ, ഹ്യൂമിഡിറ്റി ഹൈ ആണോ നോർമൽ ആണോ എന്നൊക്കെ ഉള്ളത്. ദെൻ വിൻഡ്, കാറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത്, വീക്കാണോ സ്ട്രോങ് ആണോ എന്നുള്ള 2 കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ ഈ 3 കാറ്റഗറി വെച്ചിട്ടായിരിക്കും ആ ഒരു ദിവസം കളിക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്, ടെന്നീസ് കളിക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ വെയിലാണ് ആൻഡ് ഹ്യൂമിഡിറ്റി ഹൈ ആണ് ആൻഡ് വിൻഡ് വീക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ പ്ലേ എന്നുള്ളത് നോ ആണ്. അല്ല റെയിനിങ് ആണ് ആൻഡ് ഹ്യൂമിഡിറ്റി ഹൈ ആണ്, ഈ വിൻഡ് വീക്കാണെന്നുള്ള കണ്ടീഷനിലൊക്കെ യെസ് ഒക്കെയാണ് വരുന്നത്. സോ ഇങ്ങനെ ഈ 3 കാറ്റഗറി കമ്പയർ ചെയ്തിട്ടാണ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. സോ ഇതിൽ എസ് ഓർ നോ ഉണ്ടാവും, ഇതിൽ എസ് ഓർ നോ ഉണ്ടാവും, ഇതിൽ എസ് ഓർ നോ ഉണ്ടാവും, വിൻഡിലും ഹ്യൂമിഡിറ്റിയിലും ഔട്ട്ലുക്കിലും. സോ അതിൻ്റെ കണ്ടീഷൻസ് എങ്ങനെയാണ്, ആ ഒരു കോമ്പിനേഷൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കിയിട്ടാണ് അവിടെ കളിക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, സിമ്പിൾ എക്സാമ്പിളാണ്. നമ്മളിപ്പോൾ ഒരു ഫുട്ബോളോ ക്രിക്കറ്റ് എന്തെങ്കിലും കളിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിംസ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെതർ നമ്മൾ നോക്കും. ഭയങ്കര മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കളിക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല വെയിലുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോഴും കളിക്കാൻ പറ്റില്ല. ആൻഡ് ഭയങ്കര കാറ്റും ഇതൊക്കെയാണ്, കാറ്റും മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനും പോസിബിൾ അല്ല. നമുക്കൊരു അത്യാവശ്യം തണലൊക്കെ ഉള്ള ആ ഒരു ടൈമിലാണ് നമ്മൾ കളിക്കുക, അല്ലെങ്കിൽ ഒരു വെയിൽ കുറവുള്ളത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് വെക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇതിൽ വരുന്ന 3 ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിസിഷൻ നോട്ട്സൊക്കെ ഫൈൻഡ് ചെയ്യുന്നതും അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഡിസിഷൻസ് മേക്ക് ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷൻസാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. എൻട്രോപ്പി, ഇൻഫർമേഷൻ ഗെയിൻ ആൻഡ് ഗിനി ഇമ്പ്യൂരിറ്റി. എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു റൂം, ആ ഒരു റൂം എത്ര ഡിസോർഡേർഡ് ആണോ അത്രയും അതിൽ നിന്നൊരു സാധനം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഡാറ്റ സെറ്റ് അത്ര ഡിസോർഡേർഡ് ആണ്, ഭയങ്കര ബയാസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ അതൊന്നൊരു സംഭവം ഫൈൻഡ് ചെയ്യുക, ഒരു പ്രഡിക്ഷൻ എടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ എൻട്രോപ്പി 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്യുവർ ആണെന്നാണ് മീനിങ്. എൻട്രോപ്പി 1 ആണെന്നുണ്ടെങ്കിൽ അത് ഹൈലി മാക്സിമൈസ്ഡ് ആണ്, അല്ലെങ്കിൽ ഹൈലി ഡിസോർഡേർഡ് ആണെന്നാണ് മീനിങ്. ഓക്കെ, എൻട്രോപ്പി അതിൻ്റെ ഇക്വേഷനാണ് HF = -σ π log 2 π എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ എൻട്രോപ്പി, ഇൻഫർമേഷൻ ഗെയിനും ഇമ്പ്യൂരിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നതാണ്. ആൻഡ് ഇതിൽ ഈ ഒരു തന്നെ ഓർത്ത് വെച്ചാൽ മതി, എത്രമാത്രം ഡിസോർഡേർഡ് ആണോ അല്ലെങ്കിൽ എത്ര എറർ വരുന്നുണ്ടോ. ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, എത്രമാത്രം ഒരു സംഭവം ഡിസോർഡേർഡ് ആണോ അല്ലെങ്കിൽ ഒരു സ്ഥലം ഡിസോർഡേർഡ് ആണോ അതിൽ നിന്നൊരു ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്കത് ഭയങ്കര എൻട്രോപ്പി ഹൈ ആണെന്ന് പറയാം. അതേസമയം ഒരു സംഭവം ഓർഡേർഡ് ആണ്. ഇപ്പോൾ ഒരു ലൈബ്രറി ചെന്നിട്ട് നമുക്കൊരു ബുക്ക് വേണം,
അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നേരിട്ട് എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്, ഓരോ സെക്ഷനാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ബുക്കിൻ്റെ പേര് പറയുമ്പോൾ അതിൻ്റെ ജോണർ നോക്കുന്നു, അത് ഇന്ന സെക്ഷനിലാണെന്ന് പറഞ്ഞു തരുന്നു. ഇപ്പോൾ ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സിൻ്റെ ഏതെങ്കിലും ബുക്ക്, അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ഏതെങ്കിലും ബുക്കാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിൻ്റെ സെക്ഷനിൽ അവിടെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊന്ന് എടുക്കാൻ നമുക്കൊന്നുകൂടി പെട്ടെന്ന് പറ്റും. പക്ഷേ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര മിക്സ്ഡ് ആണോ അത്രയും അതൊന്നൊരു സംഭവം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ആക്ച്വലി എൻട്രോപ്പി. ആ എററിൻ്റെ റേറ്റ് വരാനുള്ള ചാൻസാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. എത്രയും പ്യുവറാണോ അത് 0 എന്ന് മെൻഷൻ ചെയ്യും. ആ വാല്യൂ ഹൈ ആവുകയാണെന്നുണ്ടെങ്കിൽ 1 ആണ് ഏറ്റവും ഹൈ വാല്യൂ എൻട്രോപ്പി. ഇൻഫർമേഷൻ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്ന് എടുക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻ പ്രോപ്പർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് ഇൻഫർമേഷൻ ഗെയിൻ എന്ന് പറയുന്നത്. പാരൻ്റ് എൻട്രോപ്പി മൈനസ് ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് എൻട്രോപ്പി ഓഫ് ദി ചിൽഡ്രൻ. ഇപ്പോൾ നമ്മൾ ഡിസിഷൻ നോട്ട്സും ലീഫ് നോട്ട്സും അല്ലെങ്കിൽ ചൈൽഡ് നോട്ട്സും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇൻഫർമേഷൻ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണം. നല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കറക്റ്റ് ആൻസർ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനൊന്നും കിട്ടുന്ന ആൻസർ വേറൊന്നും ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചോദിച്ചത് കറക്റ്റാണ്, പക്ഷെ അവിടെ നിന്ന് ആൻസർ മാറിയാണ് കിട്ടിയെന്ന് വയ്ക്കുക. പക്ഷേ ഇവിടെ ഈ ഒരു ഡിസിഷൻ ട്രീസിൽ പ്രോപ്പർ ആൻസർ കിട്ടണമെങ്കിൽ പ്രോപ്പർ ക്വസ്റ്റ്യൻസ് തന്നെ വേണം. ആ ക്വസ്റ്റ്യൻസ് കറക്റ്റാണോ ചോദിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഗെയിൻ എത്രത്തോളം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് ഡാറ്റ എത്രത്തോളം ഡിസോർഡേർഡ് ആവുന്നോ അത്രത്തോളം ആ ഒരു കറക്റ്റ് ആൻസർ കിട്ടാനുള്ള ചാൻസ് കുറയും. എൻട്രോപ്പി എത്ര ഹൈ ആവുന്നോ അത്രയും പ്രോപ്പറായിട്ടുള്ള ആൻസർ, കാരണം അത്രയും ഡിസോർഡേർഡ് ആയിട്ടാവും കിടക്കുന്നത്. അത്രയും പ്യുവർ ആണെന്നുണ്ടെങ്കിൽ ഈ ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻഫർമേഷൻ ഗെയിൻ കൂടുതലായിരിക്കും. നോർമലി ആ ഒരു വേർഡ് പോലെ തന്നെ എത്ര ഇൻഫർമേഷൻ അവിടെ നിന്ന് കളക്ട് ചെയ്യുക അതാണ് നോക്കുന്നത്. അപ്പോൾ ഡിസിഷൻ നോട്ട്സ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്ത് വരുന്ന ലീഫ് നോട്ട്സും പ്രോപ്പർ ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു നോട്ട്സിൽ പ്രോപ്പറായിട്ടാണോ ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത്, പ്രോപ്പർ ആൻസേഴ്സ് ആണോ കിട്ടുന്നതെന്നാണ് ഈ ഒരു ഇൻഫർമേഷൻ ഗെയിനിലൂടെ നോക്കുന്നത്. ഡിസിഷൻ നോട്ട്സ് കറക്റ്റ് ആണോ, ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഡിസിഷൻ നോട്ട്സിലാണല്ലോ ആ പ്രോബ്ലംസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാവുക. ആ സബ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലീഫ് നോട്ട്സ് അതിലേ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഇൻഫർമേഷൻ ഗെയിൻ നോക്കുന്നത്. ഓക്കെ, ഗിനി ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പ്യൂരിറ്റി എന്നുള്ള വേർഡിൽ തന്നെ ഉണ്ട്. അത് എത്രത്തോളം ഇമ്പ്യൂർ ആവുന്നോ അത്രത്തോളം അത് മെസ്സി ഡാറ്റ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഒരു ഇൻഫർമേഷൻ ഗെയിനോ അല്ലെങ്കിൽ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നോ അത്രയും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരു 3 ടൈപ്പ് ബോൾ ഉണ്ടെന്ന് വയ്ക്കുക. റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഒരു 600 ബോളുണ്ട് അല്ലെങ്കിൽ ഒരു 500 ബോളുണ്ട്. ഈ 500 ബോളിൽ 3 മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് ഗ്രീന് മാത്രം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും മിക്സ്ഡ് ആയിട്ട് കിടക്കുക എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇമ്പ്യൂറായിരിക്കും, ടോട്ടലി മിക്സ്ഡ് അപ്പാണ്. അപ്പോൾ അതൊന്നൊരു ടോട്ടലി ആ ഗ്രീൻ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമ്പ്യൂരിറ്റി ഹൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇൻഫർമേഷൻ ഗെയിന് കുറവായിരിക്കും. അപ്പോൾ ഒരു പ്രോപ്പർലി ഡിസിഷനോട് സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഗിനി ഇമ്പ്യൂരിറ്റി കുറവായിരിക്കണം, ഇൻഫർമേഷൻ ഗെയിന് കൂടുതലുമായിരിക്കണം. ഇൻഫർമേഷൻ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രോപ്പറായിട്ടുള്ളതായിരിക്കണം. അത് ഹൈ ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അതേപോലെ ഇമ്പ്യൂരിറ്റി അവിടെ കുറയണം. ഒരു സാധനം ഇമ്പ്യൂർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഗിനി ഇമ്പ്യൂരിറ്റി കുറയണം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഇക്വേഷൻ വരുന്നത് 1 - സിഗ്മ പൈ സ്ക്വയർ എന്നുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ ഒരു കാർഡ്സ് ഡീഫോൾട്ട് എന്ന് പറയും. കാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അൽഗോരിതം ഉണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, ഈ ഡിസിഷൻ നോട്ട്സ് സെലക്ട് ചെയ്യാനും ലീഫ് നോട്ട്സിൻ്റെ ഔട്ട്കംസ് ഹാൻഡിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് 3 ടൈപ്പ് അൽഗോരിതം ഉണ്ട്. ഒന്ന് C4.5 അല്ലെങ്കിൽ C5.0, ഒന്ന് കാർഡ്സ്, ഒന്ന് ID3. ഈ ID3യുടെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ആയിട്ടാണ് C4.5 എന്നുള്ളത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു എക്സാമ്പിൾ കാണിച്ചൊന്നുമല്ലോ. ഈ ഒരു അൽഗോരിതംസാണ് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ്. ഈ ഡിസിഷൻ ട്രീയുടെ അണ്ടർലൈൻ പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. അതിൽ ID3 എന്ന് പറഞ്ഞിട്ട് ഒരു അൽഗോരിതം ഉണ്ട്. അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഗെയിൻ ആണ് നോക്കുന്നത് കൂടുതലായിട്ട്. ദെൻ സ്പ്ലിറ്റ് ടൈപ്പ്, മൾട്ടിവേ, കണ്ടിന്യൂസ് ആണ്, ആ ഒരു ഡാറ്റ കണ്ടിന്യൂസ് ആണോ നോൺ കണ്ടിന്യൂസ് ആണോ എന്നുള്ളത്.
പ്രൂണിങ് എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഉണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. റിഗ്രഷനിൽ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. നോ എന്നുള്ള ടൈപ്പ് C4.5 ഉണ്ട്, C5.0 ഉണ്ട്. ഇതിൻ്റെ ഒരു ബെറ്റർ വേർഷനാണ് 5.0. ആൻഡ് ഗെയിൻ റേഷ്യോ എന്നുള്ളതാണ് ക്രൈറ്റീരിയ യൂസ് ചെയ്യുന്നത്. മൾട്ടിവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പ്ലിറ്റ് ടൈപ്പ്. ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, പക്ഷേ ഈ അൽഗോരിതംസ് പുറത്ത് വെക്കണം. ഓക്കെ. ആൻഡ് കാർട്ടിൽ ഗിനി ആൻഡ് വേരിയൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. വേരിയൻസ് മാക്സിമം കുറയ്ക്കാനാണ് ഇതിൽ നോക്കുക. ഗിനി എന്ന് പറയുന്നത് ഗിനി ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈപ്പില്ലേ, അതിൽ ഇമ്പ്യൂരിറ്റി കുറവായിരിക്കണം. അതാണ് അവരെ കാർഡ്സ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ മെൻഷൻ ചെയ്തായിരുന്നു. ആൻഡ് ഇവിടെ ബൈനറി എന്നുള്ള ടൈപ്പിലാണ് അത് യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിരിക്കണം വേരിയബിൾസ്. പ്രൂണിങ് പോസിബിളാണ്, റിഗ്രഷനിൽ യൂസ് ചെയ്യേണ്ടതാണ്. ഇത് കഴിഞ്ഞിട്ട് പ്രൂണിങ് പറഞ്ഞുതരാം. സ്റ്റാർട്ട് വിത്ത് ഓൾ ട്രെയിനിങ് ഡാറ്റ അറ്റ് ദി റൂട്ട്. സോ ഒരു ഡിസിഷൻ ട്രീയിൽ ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കണമെന്നുള്ളത് അതിൽ ഒരു വലിയ പ്രോബ്ലം അതാണല്ലോ റൂട്ട് നോഡിൽ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് വിത്ത് ഓൾ ട്രെയിനിങ് ഡാറ്റ അറ്റ് ദി റൂട്ട്, ദെൻ ഇവാലുവേറ്റ് എവറി ഫീച്ചർ ആൻഡ് ത്രെഷോൾഡ് ഫോർ കണ്ടിന്യൂസ് വൺസ് ആസ് എ കാൻഡിഡേറ്റ് സ്കീം. സോ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞിട്ട് ഡിസിഷൻ നോട്ട്സ് മേക്ക് ചെയ്യണം. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം. അതിനാണ് ഈ ഫീച്ചേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഔട്ട്കം ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലഡ് പ്രഷർ, ഏജ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോഡി കണ്ടീഷൻസ് അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. സോ ആ ഫീച്ചേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഡിസിഷൻ നോട്ട്സ് മേക്ക് ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആൻഡ് പിക്ക് ദ സ്പ്ലിറ്റ് ദാറ്റ് മാക്സിമൈസസ് ഇൻഫർമേഷൻ ഗെയിൻ ഓർ ഗെയിനി ഡിക്രീസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഈ ഇൻഫർമേഷൻ ഗെയിന് കൂടുതലും ആവണം, ഗിനി ഇമ്പ്യൂരിറ്റി കുറവാണ്. അങ്ങനത്തെ ടൈപ്പിലാണ് ഡിസിഷൻ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇൻഫർമേഷൻ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാരൻറ്റ് നോട്ട്സിൻ്റെയും ചൈൽഡ് നോട്ട്സിൻ്റെയും ആ ഒരു എറർ റേറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കും. ഇൻഫർമേഷൻ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാരൻറ്റ് നോട്ട്സിൻ്റെയും ചൈൽഡ് നോട്ട്സിൻ്റെയും വർക്കിംഗ് പ്രോപ്പർ ഒരു ക്വസ്റ്റ്യനിലാണോ നോക്കും. അപ്പോഴേ ഇൻഫർമേഷൻ ഗെയിന് കൂടുള്ളൂ. അതിൻ്റെ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കും. ആൻഡ് ഗിനി ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ഗിനി ഇമ്പ്യൂരിറ്റി എന്നാണ് പറഞ്ഞിരുന്നത്. ആ ഇമ്പ്യൂരിറ്റി കുറവാണോ കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യും. ഇമ്പ്യൂരിറ്റി കുറഞ്ഞാലല്ലേ ഇൻഫർമേഷൻ ഗെയിന് കൂടുള്ളൂ. അപ്പോൾ ആ ഒരു വേർഡ് പോലെ തന്നെ ഓർത്ത് വയ്ക്കുക. ഗിനി ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്ന് ഓരോ ഫീച്ചറും എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും, അത് ഹൈ ആവുകയാണെന്നുണ്ടെങ്കിൽ. സോ അത് എത്ര കുറയുന്നോ അത്രയും നല്ലതാണ്. സോ ഈ ഇൻഫർമേഷൻ ഗെയിന് മാക്സിമൈസ് ചെയ്യുകയും വേണം, ഗിനി ഡിക്രീസ് ഉണ്ടാവുകയും വേണം, ഗിനി ഇമ്പ്യൂരിറ്റി കുറയുകയും വേണം. രണ്ടും ഓപ്പോസിറ്റാണ്. അപ്പോൾ ഒരു ബെറ്റർ ഡിസിഷനോട് അവിടെ നിന്ന് കളക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ദെൻ പാർട്ടീഷൻ ദ ഡാറ്റ ഇൻ ടു ചൈൽഡ് നോട്ട്സ് അലോങ് ദാറ്റ് സ്പ്ലിറ്റ്, ദെൻ റിക്കേഴ്സ് ഓൺ ഈച്ച് ചൈൽഡ്. സോ ആ ഒരു സ്പ്ലിറ്റ് വരുമ്പോൾ ഈ ഇൻഫർമേഷൻ ഗെയിന് കൂടിയതും ഗിനി ഇമ്പ്യൂരിറ്റി കുറഞ്ഞതുമായിട്ടുള്ള ഒരു സ്പ്ലിറ്റ് വരുമ്പോൾ അവിടെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ആൻഡ് ഇത് റിക്കേഴ്സ് ഓൺ ഈച്ച് ചൈൽഡ്, ഓരോ ചൈൽഡ് നോഡിലും ഇത് തന്നെ പ്രോസസ്സ് ചെയ്യുക, അവിടെ നിന്നുള്ള ഫൈൻഡിങ്സ് എടുക്കുക. സ്റ്റോപ്പ് വെൻ എ നോഡ് ഈസ് പ്യുവർ, ഡാറ്റ റൺസ് ഔട്ട് ഓർ സ്റ്റോപ്പിംഗ് റൂൾ ഈസ് സ്കിപ്പ്. ലേബൽ ഈച്ച് ലീഫ് വിത്ത് ദി മെജോറിറ്റി ക്ലാസ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവിങ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരുമല്ലോ. നോഡ് പ്യുവറാണ്, അല്ലെങ്കിൽ ഡാറ്റ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പിംഗ് റൂൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷനോ എന്തെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒരു വാല്യൂ ആണ് ചെക്ക് ചെയ്യണമെന്ന് വയ്ക്കുക. ബ്ലഡ് പ്രഷറിൽ മേ ബി ഒരു 120 ആണ് ഒരു മിനിമം ലെവൽ, അല്ലെങ്കിൽ സാധാരണ ലെവലെങ്കിൽ അതിൻ്റെ മേലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഇത് വരാനുള്ള ചാൻസ് അസ്യൂം ചെയ്യുകയാണ്, യെസ് എന്നുള്ള ചാൻസ് അസ്യൂം ചെയ്യുകയാണ്. അതിൻ്റെ ഭയങ്കര ലോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ വേറൊരു ഇത് അസ്യൂം ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഒരു നോർമൽ ലെവലാണെന്നുണ്ടെങ്കിൽ റിഗ്രഷൻ്റെ കേസിൽ നോർമൽ ലെവലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുറഞ്ഞാലും കൂടിയാലും ചിലപ്പോൾ ഈ ഒരു പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഔട്ട്കമ്മിന് നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ. ആൻഡ് ഈ വാല്യൂ ചെക്ക് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അതാണ് ഈ ഒരു ലാസ്റ്റത്തെ ഇതിൽ നോക്കുന്നത്. ആ ഒരു ഫീച്ചർ ഡാറ്റ റൺ ഔട്ട് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പിംഗ് റൂൾ ഹിറ്റ് ചെയ്യുന്നുണ്ടോ. ഇതിൽ 3 കണ്ടീഷനല്ലേ ചെക്ക് ചെയ്യാനുള്ളൂ. ബ്ലഡ് പ്രഷർ ഹൈ ആണെന്നുണ്ടെങ്കിൽ മേ ബി ഡയബറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്, ഹൈ കോൺട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ഫീച്ചർ ബ്ലഡ് പ്രഷർ ആണെന്നുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്,
അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഭയങ്കര കുറവാകുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. നോർമൽ ലെവലാണെന്നുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഇല്ല എന്ന് വയ്ക്കുക. ഡയബറ്റീസ് വരാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2 കണ്ടീഷൻ വന്നാലും അവിടെ നിന്ന് ഒരു സ്റ്റോപ്പിംഗ് റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു രീതിയിലാണ് ചൂസ് ചെയ്യുക. ആദ്യം ആ ഒരു മെയിൻ പ്രോബ്ലം ഫോക്കസ് ചെയ്തിട്ട് അവിടുന്ന് ഡിസിഷൻ നോട്ട്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻഫർമേഷൻ ഗെയിന് കൂടിയതും ഗിനി ഇമ്പ്യൂരിറ്റി കുറഞ്ഞതുമായിട്ടുള്ള കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നു. ഒരു സ്പ്ലിറ്റ് അവിടെ നിന്ന് ഉണ്ടാക്കുന്നു ആ ഒരു ഡാറ്റ സെറ്റിൽ ഈ ഫീച്ചേഴ്സ് ബേസ്ഡ് ആയിട്ട്. ദെൻ അവിടെ നിന്ന് ഓരോ ഫീച്ചർ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ ഗെയിനും ആൻഡ് ഗിനി ഇമ്പ്യൂരിറ്റിയും കുറഞ്ഞ ആ ഒരു ഇത് കിട്ടുമ്പോൾ അവിടെ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ നോട്ട്സ് ഉണ്ടാവും, കറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കാരണം ഇൻഫർമേഷൻ ഗെയിന് കൂടിയതും ഇമ്പ്യൂരിറ്റി കുറഞ്ഞതെന്ന് പറയുമ്പോൾ അത് ബെസ്റ്റ് കണ്ടീഷനാണല്ലോ. അപ്പോഴാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആവുന്നത്. ആ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ അതിനെ മാത്രമേ പ്രോസസ്സ് ചെയ്യുള്ളൂ ലീഫ് നോട്ട്സിൽ. അപ്പോൾ അതാണ് ആ ഒരു ചൈൽഡ് നോട്ട്സ് അതിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു കണ്ടീഷൻ ഹിറ്റ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ആ നോഡ് കംപ്ലീറ്റ്ലി പ്യൂർ ആവുന്നവരെ, അല്ലെങ്കിൽ ഫൈൻഡിങ്സ് കിട്ടുന്നവരെയാണ് അവിടെ വർക്ക് ചെയ്യുക. ആൻഡ് ഈ ലീഫിലെ മെജോറിറ്റി ക്ലാസ്സുമായിട്ട് അവിടെ നിന്ന് ഡാറ്റാസ് എടുക്കും, അത് അക്യുമുലേറ്റ് ചെയ്യും, ഫൈൻഡിങ്സ് എടുക്കും. ഓക്കെ, ഇത്രയും സ്റ്റെപ്സ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? അത് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെയാണ്. ഇത് ക്ലാസിഫിക്കേഷൻ്റെ ക്ലാസ്സിൽ മാത്രമാണ് ഈ ഇമ്പ്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ഫോർ എ കണ്ടിന്യൂസ് ടാർഗറ്റ് സ്പ്ലിറ്റിംഗ് ഗോൾ ഷിഫ്റ്റ് ഫ്രം റെഡ്യൂസ് ഇമ്പ്യൂരിറ്റി ടു റെഡ്യൂസ് വേരിയൻസ്. റിഗ്രഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് വേരിയബിൾസിൻ്റെ കേസിൽ വരുമ്പോൾ ആ വേരിയൻസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്, ഡാറ്റ സ്പ്രെഡ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം നോക്കുക. ഈച്ച് കാൻഡിഡേറ്റ് സ്പ്ലിറ്റ് ഈസ് സ്കോർഡ് ഓൺ ഹൗ മച്ച് ഇറ്റ് ലോവേഴ്സ്. നമ്മൾ MSc ഒക്കെ നോക്കിയായിരുന്നില്ലേ, മീൻ സ്ക്വയർഡ് എറർ. ആ ഒരു MSc ബേസ്ഡ് ആയിട്ടാണ് ഇവിടെ ചെക്കിങ് വരിക. ഓരോ സ്പ്ലിറ്റും എത്രത്തോളം ഈ ഒരു മീൻ സ്ക്വയർഡ് എറർ കുറയ്ക്കുന്നുണ്ട്. എറർ കുറയുമ്പോഴാണല്ലോ പ്രോപ്പർ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അപ്പോൾ അത് എത്രത്തോളം ഓരോ സ്പ്ലിറ്റിലും വരുന്നുണ്ട് നോക്കും. ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യുമല്ലോ ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചൈൽഡ് നോട്ട്സ് ഡിസിഷൻ നോട്ട്സ് ആയിട്ട്. ആ ഓരോ സ്പ്ലിറ്റിലും പ്രോപ്പർലി എത്ര മീൻ സ്ക്വയർഡ് എറർ വരുന്നുണ്ട് നോക്കും. സിംഗിൾ മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റ മീൻ സ്ക്വയർഡ് എറർ ലാസ്റ്റ് ചെക്ക് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇത് ഡിസിഷൻ മേക്കിംഗ് ആയതുകൊണ്ട് ഓരോന്നിലും ചെക്ക് ചെയ്യണം, ഓരോ സ്പ്ലിറ്റിലും ചെക്ക് ചെയ്യണം. ആൻഡ് എവറി ലീഫ് ദെൻ പ്രഡിക്ട്സ് ദ ആവറേജ് ടാർഗറ്റ് വാല്യൂ ഓഫ് ദിസ് പോയിൻറ്റ്സ് ആൻഡ് ദാറ്റ് ലാൻഡ് ദർ. സോ ഓരോ ലീഫ് നോട്ട്സിലും ഓരോ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ മിനിമം ലോസ് ആയി വരുന്ന കണ്ടീഷനിലാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. എന്നിട്ട് ലാസ്റ്റ് ഇത് കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വേരിയബിൾസ് ആയതുകൊണ്ട് അവിടെ നിന്ന് അത് ഒരു ആവറേജ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ഒരു വാല്യൂ എടുക്കും. സോ റിഗ്രഷൻ ട്രീസ് ഔട്ട്പുട്ട് ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഫ്ലാറ്റ് വിത്തിൻ ഈച്ച് ലീഫ് ജമ്പിങ് അറ്റ് ഈച്ച് ബൗണ്ടറി. സോ ഇതിൽ ഒരു ഷാളോ ട്രീയും ഡീപ്പ് ട്രീയും എങ്ങനെയാണ് ഉണ്ടാവുകയെന്നാണ് നോക്കുക. അതിൻ്റെ മുന്നേ ഒരു കേസ് പറഞ്ഞുതരാം. പ്രൂണിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രൂണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീട്ടിലൊക്കെ ഈ ബുഷൊക്കെ ഉണ്ടാവില്ലേ, കട്ട് ചെയ്ത് നിർത്തുന്നത്. ഈ ഹോട്ടൽസിൻ്റെ അവിടെയും അല്ലെങ്കിൽ വീടിൻ്റെ വാളൊക്കെ ആയിട്ട് യൂസ് ചെയ്യില്ലേ, അലങ്കാര ചെടികൾ. എന്നിട്ട് കട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് നിർത്തില്ലേ, കണ്ടിട്ടുണ്ടോ? ഈ ഒരു ടൈപ്പ് ചെടികൾ കണ്ടിട്ടില്ലേ? കേൾക്കുന്നില്ല.
കേൾക്കുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് ചെടികൾ കണ്ടിട്ടില്ലേ, ബുഷൊക്കെ നമ്മൾ ഈ വീട്ടിലൊക്കെ നിർത്തുന്നത്. അതെ. ഓക്കെ, ഇതാണ് ആക്ച്വലി പ്രൂണിങ്ങിൻ്റെ ഒരു ബേസിക് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രൂണിങ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പോസ്റ്റ് പ്രൂണിങ്ങും ഉണ്ട്, ഒന്ന് പ്രീ പ്രൂണിങ്ങും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡിസിഷൻ ട്രീയിൽ ഡിസിഷൻ നോട്ട്സും ലീഫ് നോട്ട്സും ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ. സോ ഈ ട്രീനെ മാക്സിമം ഗ്രോ ചെയ്യാൻ വിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസിഷൻ നോട്ട്സ് മാക്സിമം ആവുന്നവരെ അല്ലെങ്കിൽ ലീഫ് നോട്ട്സ് മാക്സിമം ആവുന്നവരെ അതിനങ്ങനെ ഗ്രോ ചെയ്യാൻ വിടുക. നമ്മുടെ പ്രോബ്ലത്തിനനുസരിച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കലി ആവും ആ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത്. ഈ ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ഗെയിനും ഇമ്പ്യൂരിറ്റി കുറവായിട്ടുള്ളത് നോക്കിയിട്ട് അതിന് എത്ര വരെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രോ ചെയ്യാം. സോ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ആവശ്യമുള്ളൊരു കണ്ടീഷൻ എത്തുമ്പോൾ അതിനെ കട്ട് ചെയ്ത് കളയുന്നതിനാണ് പ്രീ പ്രൂണിങ് എന്ന് പറയുക. ഒരുപാട് ഗ്രോ ചെയ്യാൻ വിടുന്നില്ല. ആ ലീഫ് നോട്ട്സ് എത്ര വേണമെങ്കിലും വരാം. ഡിസിഷൻ നോട്ട്സിൻ്റെ കൂടെ തന്നെ ലീഫ് നോട്ട്സ് എത്ര ലെവൽ വരെ വേണമെങ്കിലും പോവാം. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലം ആക്കിയിട്ട് അങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റെപ്സ് പോവാം. അപ്പോൾ എത്ര ലീവ്സ് വേണമെങ്കിലും വരാം. ഇപ്പോൾ ഒരു മരത്തിൽ എത്ര ലീവ്സ് വേണമെങ്കിലും വരാമല്ലോ. അതേപോലെ തന്നെയാണ് കൺസെപ്റ്റ്. ഒരു മരത്തിൻ്റെ ട്രങ്ക്, ബ്രാഞ്ചസ്, ലീവ്സ്, ആ ഒരു ഇതിൽ തന്നെയാണ് റൂട്ട് നോഡ്, ഡിസിഷൻ നോഡ്, ലീഫ് നോഡ് അല്ലെങ്കിൽ ചൈൽഡ് നോഡ് അങ്ങനെ വരുന്നത്. അപ്പോൾ ആ മരം ഗ്രോ ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ ഡിസിഷൻ ട്രീയിൽ ഈ ഒരു ലീഫ് സ്ട്രക്ചേഴ്സും അതിൻ്റെ ഇഷ്ടത്തിന് ഗ്രോ ചെയ്യാൻ വിടാൻ പറ്റും. എത്ര ഡെപ്ത് വരെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ആ ഒരു ഗ്രോത്താണ്. അപ്പോൾ ആ ഗ്രോത്ത് ഒരുപാട് കൊടുക്കാണ്ട് നമുക്ക് ആവശ്യമുള്ള ആ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് നിർത്തുന്നതാണ് ഈ ഒരു പ്രീ പ്രൂണിങ് എന്നുള്ളത്. പോസ്റ്റ് പ്രൂണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രീനെ ടോട്ടലി ഗ്രോ ചെയ്യാൻ വിടാം. എത്ര ലെവലുണ്ടോ അത്ര ലെവൽ വരയ്ക്കും ഗ്രോ ചെയ്യാൻ വിടാം. എന്നിട്ട് നമുക്കതിന് വേണ്ടാത്ത പാർട്സ് ഉണ്ടാവുമല്ലോ, ഇൻഫർമേഷൻ ആവശ്യമില്ലാത്ത ഡാറ്റ, ഈ ഡിസോർഡേർഡ് ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ നോയ്സസ്, അങ്ങനത്തെയൊക്കെ ഒരു പാർട്ട് ആ ഒരു ഡാറ്റയിൽ നിന്ന് കട്ട് ചെയ്ത് കളയുന്നു. ആ ട്രീനെ പ്രൂൺ ചെയ്ത് വിടുക. ഇതന്നെയാണ് പ്രൂണിങ്. ഈ പ്രോസസ്സ് തന്നെയാണ് പ്രൂണിങ്. അതായത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രൂണിങ് എന്നുള്ളത്. അത് ഈ പ്രോഗ്രാമിങ്ങിൽ ML യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. പ്രീ പ്രൂണിങ്ങും പോസ്റ്റ് പ്രൂണിങ്ങും. പ്രീ പ്രൂണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളൊരു സ്ട്രക്ചറിൽ ആദ്യമേ തന്നെ അതിനെ കട്ട് ചെയ്ത് നിർത്തുന്നു. ആൻഡ് കോംപ്ലക്സിറ്റി കൂടിയ ട്രീസിലേക്കാണ് കൂടുതൽ ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോവുക. അപ്പോൾ ആ ഒരു ട്രീനെ ടോട്ടലി ഗ്രോ ചെയ്യാൻ വിട്ടിട്ട് ഫൈനലി അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. അതാണ് പോസ്റ്റ് പ്രൂണിങ്. പ്രീ പ്രൂണിങ്ങും പോസ്റ്റ് പ്രൂണിങ്ങും. ഓക്കെ ആണോ? ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ല, ഓക്കെയാണ്. ആൻഡ് ഈ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആൻഡ് ഈ ഷാളോ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോക്കസിൻ്റെ ബേസിലാണ് ഷാളോ ട്രീസും ഡീപ്പ് ട്രീസും ഉണ്ടാകുന്നത്. ഡീപ്പ് ട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മാക്സിമം അതിനെ ഗ്രോ ചെയ്യാൻ വിടും. അപ്പോൾ ഓരോ പോയിൻറ്റ്സിനും മാക്സിമം ഫോക്കസ് കിട്ടും ഗ്രോത്ത് എന്ന് പറയുമ്പോൾ. കാരണം ലീഫ് നോട്ട്സ് അത്ര ഇൻക്രീസ് ആവുകയാണല്ലോ. അപ്പോൾ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഒരു ഡിസിഷൻ നോഡാക്കുമ്പോൾ ആ പ്രോബ്ലത്തിനെ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത്രയും ഫോക്കസ് ആയിരുന്നു വരുന്നു. ഇവിടെ വരുമ്പോൾ കുറച്ച് ഡിസിഷൻ നോട്ട്സ് ഉള്ളതെന്ന് വയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു സെക്ഷൻ ഉണ്ടാവും, ഇവിടെ ഒരു ഇതേപോലത്തെ റെക്റ്റാങ്കിൾ ഉണ്ട്, ഇപ്പോൾ ഇതാണ്. സോ ഇത് ഔട്ട്ലെയേഴ്സാണ് ഈ രണ്ട് പോയിൻറ്റ്സ്. ഇത്രയും ഫോക്കസ് അതിന് കിട്ടുന്നുണ്ട്. ഈ സെറ്റ് ഓഫ് പോയിൻറ്റ്സിന് അവിടെ നിന്ന് ഫോക്കസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഓരോ സ്റ്റെപ്പിൽ ഡിസിഷൻ നോട്ട്സും അല്ലെങ്കിൽ ലീഫ് നോട്ട്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം ഒന്നുകൂടി ചെറുതാവാണ്. കാരണം അതിന് അത്രയും സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഡിസിഷൻ നോഡ് ക്രിയേറ്റ് ചെയ്തു.
അവിടെ നിന്നൊരു ഡിസിഷൻ നോഡ്, റൂട്ട് നോഡ്, അതിൻ്റെ ഫസ്റ്റ് ഡിസിഷൻ, ആ ഒരു പ്രോബ്ലത്തിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഡിസിഷൻ നോട്ട്സ് ആക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് 2 ലീഫ് നോട്ട്സ് ട്രൂ ഓർ ഫാൾസ് എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് എഗെയിൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഈ ഓരോ സ്പ്ലിറ്റിലും ആ ഒരു പ്രോബ്ലം ഒന്നുകൂടി സിംപ്ലർ ആവുകയാണ്. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ ഡിസിഷൻ നോട്ട്സ് അവിടെ വരുന്നുണ്ട്, ലീഫ് നോട്ട്സിൽ അതിൻ്റെ ഫൈൻഡിങ്സ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫോക്കസ് മാക്സിമം ആവുക അവിടെ. ഫോക്കസ് മാക്സിമം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ വലിയൊരു പ്രോബ്ലമാണ്, ഈ ഒരു ഇത്രയും ഫോക്കസ് വരുന്ന സ്ഥലത്ത്. അതിന് എഗെയിൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ പോയിൻറ്റ്സിന് ഒന്നുകൂടി ഫോക്കസ് കിട്ടും, സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും പ്രോബ്ലമാണ്, ഇത് ഔട്ട്ലെയർ ആണെന്നുള്ളപ്പോൾ എഗെയിൻ ഒന്നുകൂടി ആ ട്രീ ഡീപ്പർ ആകുമ്പോൾ കൂടുതൽ നോട്ട്സ് ഇൻട്രൊഡ്യൂസ് ആവും. അപ്പോൾ ഇതിലൊക്കെയും സെപ്പറേറ്റ് ആയിട്ട് അതിന് ഫോക്കസ് കിട്ടും. ഈ പ്രോബ്ലത്തിനെ ഒന്നുകൂടി ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സ് മാക്സിമം. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഷാളോ ട്രീ മേ അണ്ടർഫിറ്റ് ആൻഡ് അൺകൺസ്ട്രെയിൻ ട്രീ മെമ്മറൈസസ് നോയ്സ്, ടോഗിൾ ദ സെയിം 40 points ബിലോ. സോ ഈ ഷാളോ ട്രീയിൽ ആ ഒരു പോയിൻറ്റ്സും ഫോക്കസും, പോയിൻറ്റ്സ് അതേപോലെ തന്നെ ഉണ്ടാവും, പക്ഷേ ആ ഒരു ഫോക്കസ് എല്ലാത്തിനും കൊടുക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ടോട്ടൽ ഫോക്കസ് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര നോട്ട്സ് പറയുന്നോ അത്രയും ഫോക്കസും ഓരോ പോയിൻറ്റിലുള്ള ഫോക്കസ് പറയും. പക്ഷെ ഒരുപാട് ഫോക്കസ് അങ്ങനെ ഓരോ പോയിൻറ്റിന് കിട്ടുന്നതും അത്ര നല്ലതല്ല, കാരണം ഓരോ ഡാറ്റയും ചെക്ക് ചെയ്താണല്ലോ പോകുന്നത്. അപ്പോൾ കോംപ്ലക്സിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. ഒരു നമ്മൾ ഗ്രേഡിയൻസ് എടുത്തോ, ബാച്ച് ഗ്രേഡിയൻസ് എടുത്ത് ഓർക്കുന്നുണ്ടോ? ഓരോ സ്റ്റെപ്പ് കവർ ചെയ്യുമ്പോഴും അത് ടോട്ടൽ ഡാറ്റ ചെക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ 1-2 പോയിൻറ്റ്സ് ചെക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബാച്ച് ചെക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞത് 32, 64, 128 അങ്ങനെ ഒരു ബാച്ച് സൈസ് ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഓർമ്മയുണ്ടോ? സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയൻറ്റ്, ബാച്ച് ഗ്രേഡിയൻറ്റ്, നോർമൽ ഗ്രേഡിയൻ്റ്, ആ ഒരു ടൈപ്പ് അത് ഓർമ്മയില്ല. നമ്മൾ ഒരു ഡാറ്റ സെറ്റ്, ഇപ്പോൾ എറർ ഉണ്ടാവില്ലേ, എറർ കറക്റ്റ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്സ് ആയിട്ടാണ് പോവുക. ഇപ്പോൾ ഗ്രേഡിയൻസ് അല്ലെങ്കിൽ ലേണിംഗ് റേറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ ആ ഒരു സ്റ്റെപ്പ് ഓരോന്ന് വയ്ക്കുമ്പോഴും എറർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്സ് മിനിമം ലോസിലോട്ട് പോകുമ്പോഴും ആ ടോട്ടൽ ഡാറ്റേനെ നോക്കിയിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തു വയ്ക്കുന്നതാണ് നോർമലി ഒരു ഗ്രേഡിയൻ്റെ ഇതിൽ ചെയ്യുന്നത്. അതിലുള്ള ടൈപ്സാണ്, ഒന്ന് സ്റ്റോക്കാസ്റ്റിക്, ഒന്ന് ഫുള്ളായിട്ട് ആ ഒരു ഡാറ്റേനെ നോക്കിയിട്ട് പോകുന്നത്, അതിൻ്റെ ഒന്ന് ബാച്ചസ് ആയിട്ട് ആണ് ഏറ്റവും മോഡേൺ ആയിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ഇതിലെടുക്കുന്നത് ഒരു 32 ഡാറ്റാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 64, 128 ആ ഒരു രീതിയിലായിരിക്കും ഡാറ്റാസ് എടുക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ ഈ 1/1 ആ പോയിൻറ്റിനുള്ള ഫോക്കസ് എന്ന് പറയുമ്പോൾ ഒരു 1 മില്യൺ ഡാറ്റയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. അതേപോലെ തന്നെ ടോട്ടലി ആ ഒരു 1 മില്യൺ റോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലാർജ് ഡാറ്റ സെറ്റ് ആകുമ്പോൾ എല്ലാ ഡാറ്റയും കൂടി നോക്കുന്നതും ഭയങ്കര കമ്പ്യൂട്ടിങ് ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ബാച്ചസ് ആയിട്ട് ഇത് ചെയ്യുന്നത് ബെറ്റർ ആണെന്ന് പറയുന്നത്. സോ ഇവിടെ ഡീപ്പ് ട്രീയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഷാളോ ട്രീ ആകുമ്പോൾ കുറച്ച് പോയിൻറ്റ്സേ ഫോക്കസ് പോകും. ഡീപ്പ് ട്രീ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആ ഒരു പോയിൻറ്റ്സ് സ്പ്ലിറ്റ് ആവുന്നുണ്ട്, ഓരോന്നിനും സെപ്പറേറ്റ് ഫോക്കസുകൾ വരുന്നുണ്ട്, ഔട്ട്ലെയേഴ്സ് വരുന്നുണ്ട്. സ്റ്റിൽ ഈ ഒരു ബാച്ച് ഗ്രേഡിയൻറ്റ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ ഡീപ്പ് ട്രീസും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരു 2-3 പോയിൻറ്റിന് ഫോക്കസ് ഒരേ ടൈം കിട്ടുക എന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം അത്രയും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ,
സ്റ്റഡിങ്. അടുത്തത് പ്രീ പ്രൂണിങ് അല്ലെങ്കിൽ പോസ്റ്റ് പ്രൂണിങ് എന്നുള്ളതാണ്. ഒന്ന് ടോട്ടലി ട്രീനെ ഗ്രോ ചെയ്യാൻ വിടുന്നു. ഉറങ്ങാണോ ചക്കരെ? ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഇല്ല, അവരങ്ങോട്ട് പോയിക്കല്ലേ. ഹലോ, നെറ്റ് കണക്ട് ആയിട്ടെ. അവിടെ നിന്ന് പോയിട്ട് വരുമ്പോൾ എൻ്റെ ഫോൺ എടുത്തിട്ട് വരുമോ? ഈ സോഫയിലുണ്ടാവും. അറിയില്ല. മെമ്പറാണോ? ഇല്ല.